എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കണം. മഴയൊക്കെ തുടങ്ങിയോ നാട്ടിൽ? ഇവിടെ എപ്പോഴും നല്ല ചൂടാണ്. ഞങ്ങൾക്ക് ഇനിയും ഒരു മാസം കൂടി കഴിയണം ചൂടൊക്കെ കുറഞ്ഞ് മഴ വരാൻ. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ്. ഇപ്പം ഈ ഒരു വീക്കിൽ എന്തെല്ലാം ജ്യൂസും സാലഡിനും പിന്നെ ഓവർനൈറ്റ് ഓട്സിൻ്റെ കൂടെ ഉപയോഗിക്കാനും 1 വീക്കിനുള്ള ഒരു ഫ്രൂട്ട് വെജ് പ്രെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനതിൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തതും ഉണ്ട്, ചോപ്പ് ചെയ്തതും ഉണ്ട്. ഗ്രേറ്റ് ചെയ്തത് നമുക്ക് സാലഡിന് ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കും. ചോപ്പ് ചെയ്ത് വെച്ചത് ഉപ്പേരി, പിന്നെ ഫ്രൈഡ് റൈസ്, അങ്ങനെ സാലഡ് അങ്ങനെയുള്ളതിനൊക്കെ. അതുപോലെ ആ സാലഡ് വെള്ളരി അതും ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പം ഞാൻ കഴുകാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് ഒരു വാം വെള്ളത്തിൽ കുറച്ച് ഇളം ചൂടിൽ വിനീഗറിട്ട് ഒരു 10-15 മിനിറ്റ് എല്ലാ വെജിറ്റബിൾസും വെച്ചു. പപ്പായയല്ല, വെജിറ്റബിൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും കുക്കുംബറും മാത്രം. പിന്നെയാണ് അതിനെ ഗ്രേറ്റ് ചെയ്തത്. കാരണം നമ്മൾ പച്ചയായിട്ട് കഴിക്കണതുകൊണ്ട് അതിലെന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പെസ്റ്റിസൈഡൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇളം ചൂടുവെള്ളത്തിൽ വിനീഗറിട്ട് ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചത്. പിന്നെ ഗ്രേറ്റ് ചെയ്തതും ചോപ്പ് ചെയ്തതുമാണ്. ഇതൊരു വീക്കിനുള്ളതാണ്. കാരണം ഞങ്ങളിവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഇത് ഞാൻ ABC ജ്യൂസാണ്. അപ്പോൾ ഒരു ട്രയൽ എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്ന് കാണിച്ചതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ക്യാരറ്റ് എടുത്താൽ 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ബീറ്റ്റൂട്ട്, പിന്നെ ഒരു ആപ്പിൾ. അങ്ങനെയാണ് ABC ജ്യൂസ് ഉണ്ടാക്കാറ്. അതിൽ വേറെ ഒന്നും ഇടില്ല. അങ്ങനെ മോള് അരിക്കാണ്ട് തന്നെ അങ്ങനെ കഴിച്ചോളും. പക്ഷെ ഞാനും ഏട്ടനും എന്തായാലും എനിക്ക് അരിക്കണം. അത് നല്ലവണ്ണം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടാളും കഴിക്കുക. മോൾ അങ്ങനെയല്ല, അങ്ങനെ കഴിച്ചോളും. അതൊരു ദിവസത്തേക്കുള്ളതാണ്. അതൊരു എന്താ പറയുക, ട്രയൽ പോലെ ഞാൻ അത് കാണിച്ചു തന്നതാണ്. പിന്നെ ഉള്ളത് പപ്പായയും ക്യാരറ്റും കൂടിയിട്ട് ജ്യൂസ് ചെയ്ത് വയ്ക്കും. പിന്നെ കുക്കുംബർ, ടൊമാറ്റോ, ഇഞ്ചി, ലെമൺ എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു ദിവസം ഓരോ ജ്യൂസാണ് വർക്കൗട്ട് കഴിഞ്ഞാൽ കുടിക്കാറ്. അപ്പോൾ അതാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചതാണത്. നേരത്തെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കും. പിന്നെ ഉള്ളത് എനിക്ക് ഒരു ബോക്സ് മാംഗോ, അത് ഒരു 4-4.5 കിലോ ഉണ്ടാവും അതിൽ. അത് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് അതും ഒരു ബോക്സിലാക്കി വെച്ചാൽ കുറച്ച് പകുതി ജ്യൂസാക്കും, പകുതി അങ്ങനെ ആക്കി വയ്ക്കുക. അപ്പോൾ ഓവർനൈറ്റ് ഓട്സൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കഴിക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ രാത്രി ഡിന്നർ കഴിഞ്ഞാൽ കൂടെ കഴിക്കും. അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക്, കമൻറ്റ്, ഷെയർ. താങ്ക് യു. ബൈ.